മീഡിയം ടേമിൽ ഡീസൻറ്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതും 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുകയും ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറഞ്ഞതുമായ 3 ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് AU സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്. സ്മാൾ ഫിനാൻസ് ബാങ്കിംഗ് സെക്ടറിലെ ഒരു മികച്ച സ്റ്റോക്കാണ് AU സ്മാൾ ഫിനാൻസ് ബാങ്ക്. 38,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.10, ഡിവിഡൻഡ് ഈൽഡ് 0.18%. 52 വീക്ക് ഹൈ 813, 52 വീക്ക് ലോ 548. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് 25% നെഗറ്റീവ് റിട്ടേൺ നൽകി സ്റ്റോക്ക് ഒരു വർഷത്തിന് മുന്നിലുള്ള ലെവലിനടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. AU സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന കമ്പനി റിറ്റെയിൽ ബാങ്കിംഗ്, ഹോൾസെയിൽ ബാങ്കിംഗ്, ട്രഷറി ഓപ്പറേഷൻസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നു. ROE 15.4%, ROCE 7.39%. 52 വീക്ക് ഹൈ 813, 52 വീക്ക് ലോയിൽ നിന്നും സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് ഉയരുകയാണെങ്കിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ AU സ്മാൾ ഫിനാൻസ് ബാങ്കിൽ നിന്നും പ്രതീക്ഷിക്കാം. ഡെയിലി ക്യാൻഡിൽ പാറ്റേണും വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണും പരിശോധിച്ചാൽ 570 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണെന്ന് മനസ്സിലാകും. പല സമയങ്ങളിലും സ്റ്റോക്ക് 570, 575 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തുകയും അവിടെ നിന്നും 700 വരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. 570 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന സപ്പോർട്ട് 500 ആണ്. രണ്ടാമത്തെ സ്റ്റോക്ക് പ്രിൻസ് പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.8% ഉയർന്ന് 569 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 6,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.39, 52 വീക്ക് ഹൈ 776, 52 വീക്ക് ലോ 533, 52 വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 6 മാസം കൊണ്ട് 25% നെഗറ്റീവ് റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഫ്ലാറ്റ് നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. മൾട്ടി പോളിമർ മാനുഫാക്ചറിംഗ് കാറ്റഗറിയിലുള്ള കമ്പനി ഇൻ്റഗ്രേറ്റഡ് പൈപ്പിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രധാനമായും 4 രീതിയിലുള്ള പോളിമർ പൈപ്പിംഗ് സൊല്യൂഷൻസുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ROE 9.17%, ROCE 12.3, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ ഫേവറബിൾ ആണ്. കമ്പനിക്ക് മുകളിൽ കടബാധ്യതയൊന്നുമില്ല. 52 വീക്ക് ഹൈ 776, 532 രൂപയിൽ നിന്നും 776 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരുകയാണെങ്കിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 18%, പ്രോഫിറ്റ് ഗ്രോത്ത് 2%, ROE 17%. 1,328 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 59 കോടിയുടെ കടം മാത്രമാണുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് റീസെൻ്റ്ലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5% നിന്നും 5.7% ഉയർത്തി. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18.4%, പ്രൊമോട്ടേഴ്സിന് 61% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് കഴിഞ്ഞ 3 ക്വാർട്ടറുകളായി ഇടിഞ്ഞു വരികയാണ്. 16.5 നിന്നും 14.91 പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് എത്തി. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 550 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 550 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ പിന്നീട് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 520. അവസാന സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ് ലിമിറ്റഡ്. ഏഷ്യൻ പെയിൻറ്റ് ഒരു ലാർജ് ക്യാപ്പ് സ്റ്റോക്കാണ്. 52 വീക്ക് ലോ 2,708, സ്റ്റോക്ക് 2,869 ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.5% ഉയർന്ന് 2,869 സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. 2.75 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 50.60, 1% ഡിവിഡൻഡ് ഈൽഡും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് 1.5% ഉയരാനുള്ള പ്രധാന കാരണം ഏഷ്യൻ പെയിൻറ്റിൻ്റെ സബ്സിഡറി കമ്പനിയായ ഏഷ്യൻ പെയിൻറ്റ് പോളിമർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഗുജറാത്ത് കെമിക്കൽ പോർട്ടുമായി ചേർന്ന് 2,100 കോടി രൂപയുടെ എത്തിലീൻ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ ഗുജറാത്തിലെ ദഹേജ് എന്ന സ്ഥലത്ത് വിനൈൽ അസറ്റേറ്റ് എത്തിലീൻ എമൽഷനും വിനൈൽ അസറ്റേറ്റ് മോണോമറും മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയാണ് ഏഷ്യൻ പെയിൻറ്റ് പോളിമർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആരംഭിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ ഗുജറാത്ത് കെമിക്കൽ പോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി ഏഷ്യൻ പെയിൻറ്റിൽ 460 കോടി രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 34.4% കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. 1,097 കോടിയിൽ നിന്നും 1,475 കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തുകയും റവന്യൂ 8,636 കോടിയിൽ നിന്നും 9,104 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു.
ഗ്രാസിം എന്ന കമ്പനി കൂടി പെയിൻറ് സെക്ടറിലേക്ക് വന്നതുകൊണ്ട് ഏഷ്യൻ പെയിൻറ് എന്ന കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ നഷ്ടമാകും എന്ന് പല ബ്രോക്കേജ് ഏജൻസികളും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും പെയിൻറ് സെഗ്മെൻറ്റിൽ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ്റെ പശ്ചാത്തലത്തിൽ മാർജിൻ പ്രഷർ കമ്പനി നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ടുമാണ് ഏഷ്യൻ പെയിൻറ് എന്ന സ്റ്റോക്കിൽ കറക്ഷൻ വന്നതും സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്തേക്ക് എത്തിയതും. 2770 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 3000-3500 പോലുള്ള ടാർഗറ്റുകൾ മീഡിയം ടൈമിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്